ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ന്യൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് സദ്യക്കുള്ള കറികളാണ് കേട്ടോ. സദ്യക്കുള്ള കറികളെല്ലാം കൂടി ഒരു ചെറിയ വീഡിയോയിലായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുകയാണ്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓരോ റെസിപ്പിയും തുടങ്ങുന്ന ഒരു ടൈമും കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് ഒരു ഓലന്റെ റെസിപ്പി നോക്കാം. വൻപയറും കുമ്പളങ്ങയും നാളികേരപ്പാലൊക്കെ ചേർത്ത് വെക്കുന്ന നല്ല രുചിയുള്ളൊരു ഓലന്റെ റെസിപ്പിയാണ്. നമുക്കിതിനായിട്ട് വൻപയർ ഉപ്പും വെള്ളവും ചേർത്ത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വൻപയർ രാത്രി മുഴുവൻ കുതിർത്തെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇതിന്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ വേവിച്ചാൽ മാത്രം മതി. ഇത് കുതിർത്തെടുത്ത പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം തീ ഓഫാക്കി അതിന്റെ ആവിയെല്ലാം പോയ ശേഷം നമുക്ക് തുറന്നെടുക്കാം. പയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ വേവിച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുമ്പളങ്ങയാണ്. ഏകദേശം ഒരു 400 ഗ്രാം അളവിൽ കുമ്പളങ്ങ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കട്ടി കുറഞ്ഞ നാളികേരപ്പാലാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഈ ഒരു കുമ്പളങ്ങയുടെയൊക്കെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിലാണ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ കുറച്ച് വൻപയർ വേവിച്ച വെള്ളം കൂടി ഉണ്ടല്ലോ, അതും ബാക്കിയുള്ളത് നാളികേരപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനൊരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി ചിരകിയെടുത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കട്ടിയുള്ളൊരു 1/4 കപ്പ് നാളികേരപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിഴിഞ്ഞിട്ടാണ് ഈ ഒരു കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിത് അടച്ച് വെക്കാതെ തുറന്നു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഈ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു പയറൊക്കെ ആയിട്ട് നല്ല സെറ്റായി ഇതൊന്ന് വറ്റി വരണം. അപ്പോൾ കണ്ടല്ലോ, കുമ്പളങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു നാളികേരപ്പാലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് പാകത്തിന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് നാളികേരപ്പാലും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ തീ ഓഫാക്കി ഇടണം. നമുക്കറിയാം, കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇളക്കിയൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇതിൽ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മതി. തീ ഓഫാക്കി ഇടുക, അടച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി സെർവ് ചെയ്യുക. അപ്പോൾ ഈ ഇരിക്കുന്ന ആ ഒരു ലൂസ് പരുവൊക്കെ മാറി നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. അടുത്ത നമ്മുടെ റെസിപ്പി നല്ലൊരു പരിപ്പ് കറിയാണ്. പപ്പടവും നെയ്യൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള പരിപ്പ് കറി. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്താണ് സദ്യക്ക് ഈ ഒരു പരിപ്പ് കറി കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇവിടേക്ക് ഈ ഒരു രീതിയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചെറുപയർ പരിപ്പാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. 1 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിത് ചൂടാക്കിയും ചൂടാക്കാതെ ഉണ്ടാക്കാം, പക്ഷേ ചൂടാക്കി ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരിപ്പിൻ്റെയൊക്കെ ഒപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഇതിന് ഒപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. എരിവിനനുസരിച്ച് ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനുശേഷം തീ ഓഫാക്കിയിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി സ്റ്റവ് വീണ്ടും ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവില്ല. നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഈ ഒരു പരിപ്പ് കറി ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. പലയിടത്തും നാളികേരം ഇച്ചിരി നല്ല ജീരകമൊക്കെ ചേർത്ത് അരച്ച് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ നാളികേരപ്പാലാണ് ചേർക്കാറ് കേട്ടോ. നല്ല ജീരകമൊന്നും ചേർക്കാറില്ല. നമുക്കിവിടെ ഈ ഒരു രീതിയിൽ വയ്ക്കുന്നതാണ് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നാളികേരപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഒരു 1-1.5 കപ്പോളം കട്ടിയുള്ള നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇച്ചിരി ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിലൊന്ന് കുറേശ്ശെ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുള്ളത്. അതിനുശേഷം അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും മതി. നന്നായിട്ടൊന്ന് ഇളക്കി ഉടനെ തന്നെ തീ ഓഫാക്കിയിടാം കേട്ടോ. ഒരല്പ സമയം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് ഇരിക്കും. നല്ല രുചിയുള്ള ഒരു പരിപ്പ് കറിയാണ്. നമുക്ക് പപ്പടവും നെയ്യ് സെർവ് ചെയ്യാൻ നേരത്തും ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. അടുത്തത് നല്ലൊരു കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ കടലയും കായയും ചേനയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കി എടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ കൂട്ടുകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ കടല ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം. ഒരു 3/4 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പും ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 6-7 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പാനിലേക്കൊന്ന് മാറ്റിയിരിക്കുകയാണ്. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കായയും ചേനയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു വലിയ ഏത്തക്കായ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതേ അളവിൽ തന്നെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ചേന ഉടഞ്ഞു പോകുന്നത് താല്പര്യമില്ലെങ്കിൽ ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം, ആ ഒരു കടല വേവിച്ച വെള്ളം അതിലുണ്ട്. നമുക്ക് വേവാനുള്ള ബാക്കിയുള്ള വെള്ളം ചൂടുവെള്ളം ഒഴിക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളൊരു അരപ്പ് തയ്യാറാക്കിയാണ്. 1 കപ്പ് നാളികേരത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഒരല്പം വെള്ളം മാത്രം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കണം. ഒരുപാട് ലൂസായിട്ട് അരയ്ക്കരുത് കേട്ടോ. കൂടെ തന്നെ ഒരു 1/2 കപ്പ് നാളികേരം നല്ല ഗോൾഡൻ കളറിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയും കൂടി ചെയ്യണേ. നമ്മുടെ കായയും ചേനയൊക്കെ ഇവിടെ കടലയുടെ കൂടെ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ അരപ്പൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അരപ്പൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ, ഒരു 1/2 കപ്പ് നാളികേരം നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ താളിപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് ഒരു 2 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ തീ ഓഫാക്കിയിടാം. നല്ല രുചിയുള്ള കൂട്ടുകറി തയ്യാറാണേ. നല്ലൊരു അവിയലിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ചേന ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു പീസ് വെള്ളരിക്ക കനം കൂട്ടിയാണ് അരിഞ്ഞിട്ടുള്ളത്. അതങ്ങ് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് മറ്റു കഷ്ണങ്ങൾ ഇതുപോലെ നീളത്തിൽ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പടവലങ്ങ എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്, ഒരു 5-6 പീസ് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു 5-6 കോവയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കൊത്തമരയ്ക്ക എടുത്തിട്ടുണ്ട്. കൊത്തമരയ്ക്കോ ഇതിൻ്റെ കൂടെ ബീൻസ് വേണമെങ്കിൽ ബീൻസും എടുക്കാം കേട്ടോ. ഒരു 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1/2 കപ്പ് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കണ്ട കേട്ടോ. ഇതെല്ലാം ചേർത്ത് ഒരു 2 കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കണേ. നാളികേരക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പകുതി നാളികേരം ചിരകിയത്, 4-5 ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കണേ. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ചേനയും കായൊക്കെ വെന്തോന്ന് നോക്കിയാൽ മതി. ചെറിയൊരു വെള്ളം നിൽക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നാളികേര കൂട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇളക്കുന്നില്ല. ഒരു പച്ചക്കറികളൊക്കെ ആ ഒരു നാളികേരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് ആക്കി വെച്ചിട്ട് ഒന്ന് കൊത്തി വെക്കാം. ലോ ഫ്ലെയിമിലോട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു നാളികേര കൂട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുത്തി അങ്ങ് ഉടച്ച് ഇളക്കരുത്, പതുക്കെ എല്ലാ ഭാഗത്തേക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ തൈരിൽ ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കി കുറവുള്ളത് ചേർത്ത് കൊടുക്കുക, മറക്കരുത്. തൈര് ചേർത്ത് ഒരുപാട് അങ്ങ് ചൂടാക്കേണ്ട കാര്യമില്ല, മൊത്തം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 2 കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫാക്കിയിടാം. ഇനി അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി അവിയലാണ്, തയ്യാറാക്കി നോക്കണേ. അടുത്തത് നല്ലൊരു കാളൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഏത്തക്കായ തൊലി കളഞ്ഞ് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ ഒരു പീസ് ചേന ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേന അങ്ങ് ഉടഞ്ഞു ചേരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇച്ചിരി കൂടി വലിയ പീസായിട്ട് വേണം ചേന കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പകുതി നാളികേരം ചിരകി ഇതിലേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും അല്പം മാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഒട്ടും തന്നെ വെള്ളം കൂടുതലായിട്ട് എടുക്കരുതേ. അപ്പം
അപ്പോൾ നമ്മുടെ ചേനയും കായൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു ചേനയുടെ പീസ് ഒന്ന് എടുത്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. ഞാൻ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇവിടെ 1.5 കപ്പ് നല്ല കട്ട തൈര് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. 1.5 കപ്പ് നല്ല കട്ട തൈര് ഇച്ചിരി ഉപ്പ് ചേർത്ത് അടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം. തൈര് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ചെടുക്കാനാണ്, കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. നമുക്കറിയാലോ തൈര് അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോവേ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിയൊന്നുമില്ല. അപ്പോൾ തിളയ്ക്കുന്നത് വരെ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തിളച്ചൊക്കെ വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് നല്ല യെല്ലോ കളർ നല്ല ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിയാണ് തിളപ്പിച്ചത് കേട്ടോ. ഇനി ഇത് പിരിഞ്ഞു പോകുന്നില്ല, ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് ഒന്ന് കുറുകി വരുമ്പം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു നാളികേരത്തിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും സമയം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ചേനയൊക്കെ ഇടാൻ നേരത്ത് ഇച്ചിരി ഒന്ന് വലിയ പീസായിട്ട് ഇടുകയാണെങ്കിൽ അതങ്ങ് ഉടഞ്ഞു ചേരില്ല കേട്ടോ. അപ്പം ഉടഞ്ഞു ചേരുന്നത് കുഴപ്പമില്ലെങ്കിൽ ചെറിയ പീസായിട്ട് ഇട്ടാലും മതിയാവും. നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കരുത്. ഇത് മൊത്തത്തിലൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കണേ. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പം തീ ഓഫാക്കിയിട്ട് അതിലേക്ക് താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും കൂടി പൊട്ടിച്ച ശേഷം 2 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഒരു പ്രത്യേക സ്വാദാണ് നെയ്യ് ചേർക്കുമ്പോൾ കേട്ടോ. ഇനി നമ്മളിത് ഇളക്കുകയൊന്നും വേണ്ട, അടച്ചു വയ്ക്കാം. അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയ ശേഷം ഇളക്കി സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നല്ല കട്ടി കാളിനാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നല്ല രുചിയുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരിക്കയാണ് കേട്ടോ. ഏകദേശം ഒരു 250-300 ഗ്രാമോളം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളരിക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവണം, പക്ഷെ അങ്ങ് ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് വെള്ളം വറ്റിച്ച് കളയേണ്ട കാര്യമില്ല. പുളിശ്ശേരിയല്ലേ, ഒഴിച്ച് കഴിക്കാനല്ലേ. ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് 2 ചെറിയുള്ളിയും കൂടി ചേർത്ത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അല്പം കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഗ്രേവിയുടെ ഭാഗത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതല്ലാതെ വെട്ടി തിളപ്പിക്കരുത്. ഇളക്കി ഇതൊന്ന് ചൂടായിട്ട് വരും. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ആവി വരുന്നുണ്ട്. മൊത്തം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. അപ്പോൾ തീ ഓഫാക്കി ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ആ തിളച്ച് ചൂടൊന്ന് കുറയുമ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ട തൈര് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാക്കി ഒരുപാട് അടിക്കരുത്. മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കാൻ മാത്രം മതി. ആ കട്ട ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ആ തൈര് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ടാണ് തൈര് അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് താളിപ്പം കൂടി ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും കൂടി പൊട്ടിയ ശേഷം 2-3 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടിപൊളി പുളിശ്ശേരിയാണ്. ഇത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. അല്പസമയം ഇരുന്ന് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയ ശേഷം തുറന്ന് സെർവ് ചെയ്യുക. അപ്പോഴേക്കും കുറച്ചും കൂടി തിക്കായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നല്ലൊരു എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 3/4 കപ്പ് വൻപയർ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ വേവിച്ചതാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോയുടെ അടുത്ത് വരുന്ന മത്തങ്ങ, നല്ല പഴുത്ത മത്തങ്ങ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഈ വൻപയർ വേവിച്ച ആ ഒരു വെള്ളത്തിൽ തന്നെ അങ്ങ് വെന്ത് വന്നോളും. വെള്ളം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അല്പം മാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ കൂടി പോവരുതേ.
അപ്പം നമ്മുടെ മത്തങ്ങയും പയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പയർ ആദ്യമേ വേവിച്ചിട്ടുണ്ട്, മത്തങ്ങയ്ക്ക് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. അപ്പം ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ച ശേഷം നമ്മൾക്ക് ഇപ്പം അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒരുപാട് തിളപ്പിക്കേണ്ട, മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് താളിപ്പ് ചേർക്കണം. താളിപ്പിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. തീ ഓഫാക്കി ആ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടച്ചു വെച്ച് നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയ ശേഷം തുറന്ന് സെർവ് ചെയ്യുക കേട്ടോ. നല്ലൊരു എരിശ്ശേരിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നല്ലൊരു പച്ചടിയുടെ റെസിപ്പി നോക്കാം. കിച്ചടി അല്ല കേട്ടോ, പച്ചടിയാണ്. ഞാനിവിടെ ബീട്രൂട്ട് പച്ചടിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാണ്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് വേണ്ട, നമുക്കറിയാലോ ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടുതലായിട്ട് എടുക്കരുത്, ഒരു ചെറിയ പീസ് ഇഞ്ചി. എരിവിനനുസരിച്ച് ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെള്ളം വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ബീട്രൂട്ടൊക്കെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വരും. ഇതുപോലെ പാനിൽ കണ്ട ഒട്ടും വെള്ളമില്ല. അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണേ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കുക. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് മൊത്തം ഒരു ആവിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ചൂടായിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് നല്ല കട്ട തൈര്, ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചതാണ്. ഒരുപാടിട്ട് അടിച്ച് ലൂസാക്കരുത്, ഒരൊറ്റ പ്രാവശ്യം അടിച്ചാൽ മതി. ഉപ്പും കൂടി ചേർത്ത് അടിച്ചതാണ് കേട്ടോ. ആ ഒരു തൈരും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ആക്കിയിടണം. ഒരുപാടിട്ട് തൈര് ചൂടാക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉടനെ തീ ഓഫാക്കി ഇതിലേക്ക് താളിപ്പ് ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് 2-3 വറ്റൽമുളക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുകയാണ്. ഇളക്കുന്നില്ല, അടച്ചു വെക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു രസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രസമാണ്. അപ്പോൾ രസം തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 വറ്റൽമുളക് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിയേണ്ട, ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഒരു 6-7 വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു പാൻ ചൂടാവാൻ വെക്കുകയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് ഒരുപാട് ചൂടാവരുത് കേട്ടോ. മൊത്തത്തിലൊന്ന് ചൂടായാൽ മാത്രം മതി. അതങ്ങ് വെന്തോടെ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിഴിഞ്ഞൊഴിക്കുകയാണ്. 1 കപ്പ് പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി രസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊത്തത്തിലൊന്ന് ചൂടായി വന്നാൽ മതി. ഇതിന്റെ സൈഡൊക്കെ കണ്ട് ഇതുപോലെ ഒന്ന് തിളക്കുന്നത്, ഇതുപോലെ തിളച്ചാൽ മതി. ഒരുപാട് അങ്ങ് വെട്ടി തിളക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഉടനെ തന്നെ തീ ഓഫ് ആക്കിയിടാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ മല്ലിയില ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടച്ചു വയ്ക്കുക. അല്പസമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി സെർവ് ചെയ്യുക. അടിപൊളി രസമാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്തത് നല്ലൊരു കിച്ചടിയുടെ റെസിപ്പി നോക്കാം. വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ബീട്രൂട്ട് പച്ചടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കിച്ചടിയാണ്. ഒരു 1/4 കിലോ വെള്ളരിക്ക ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത മീഡിയം പുളിയുള്ള തൈരും എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ
ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. വറ്റിയ ശേഷം നമ്മളിപ്പം അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തൈര് ഒന്ന് അടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഒന്ന് പൊടിച്ചും കൂടി ചേർക്കുന്നുണ്ട്. കിച്ചടിയിൽ നമ്മൾ കടുക് ചേർക്കും. ഈ കടുക് അല്പ സമയം കഴിയുമ്പോൾ ഒരു ഫ്ലേവർ ഇതിലിറങ്ങും. കടുകിൻ്റെ ഫ്ലേവർ, പച്ച ഫ്ലേവർ താല്പര്യം ഇല്ലാത്തവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മളിത് തൈരൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ആവിയൊക്കെ വന്ന് ഒന്ന് ചൂടാകുമ്പോൾ തീ ഓഫാക്കിയ ശേഷം ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി മൂപ്പിച്ച് ചേർത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടച്ചു വെക്കാൻ അല്പസമയം ഇരുന്ന ശേഷം സെർവ് ചെയ്യാം. അടുത്തത് ഒരു പച്ചടി തന്നെയാണ്. നമ്മൾ നേരത്തെ ബീട്രൂട്ട് പച്ചടി അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു മധുര പച്ചടി ചെയ്യാം കേട്ടോ. ഒരു പൈനാപ്പിൾ വെച്ചിട്ടുള്ള പച്ചടിയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 300-400 ഗ്രാം അളവിൽ പൈനാപ്പിൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് എരിവിനനുസരിച്ചിട്ട് 3-4 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് നാളികേരം എടുത്തിട്ടുള്ളത് കൊത്തായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. നമ്മൾ കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ 1 കപ്പ് നാളികേരം ചെറുകിതെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചേർത്തിട്ട് അരയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കും. നമ്മൾ നേരത്തെ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുകയാണെങ്കിൽ അല്പം വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട്. അതൊന്ന് വറ്റി വരുമ്പോൾ നമ്മളിപ്പം അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ഒന്ന് ലൂസായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് വെള്ളം ചേർത്തത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. മൊത്തം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. ഞാൻ തീ ഓഫാക്കിയ ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഇച്ചിരി പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് നല്ല കട്ട തൈര്. ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ച ഉടനെ തന്നെ ചേർക്കുക. ഒരുപാട് അങ്ങ് അടിച്ച് ലൂസാക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിത് ചൂടാക്കാനൊന്നും വെക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് താളിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പം 2 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ഒരു നുള്ളു കശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് താളിപ്പത്തിരിക്കാൻ ഒഴിക്കുകയാണ്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കുന്നില്ല. അടച്ചു വെച്ച് അല്പസമയം ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയ ശേഷം തുറന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇരിക്കുന്നതോറും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി രുചിയുള്ള ഒരു ഇൻസ്റ്റന്റ് നാരങ്ങാച്ചാറിന്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഇന്ന് ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഞാനിവിടെ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുനാരങ്ങയാണ് എടുക്കണമെങ്കിൽ ഒരു 10-12 ചെറുനാരങ്ങ എടുത്തോളൂ. നന്നായിട്ട് കഴുകി തുടച്ച് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം. അതിനുശേഷം തുറന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം അതനുസരിച്ചിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്പൂണിൽ വെള്ളം നനവൊന്നും ഇല്ലാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പം 2 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6 വലിയ എല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പൊടികളൊക്കെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടികളൊക്കെ അതിൻ്റെ നന്നായിട്ട് പൊടി മൂത്താൽ മാത്രമാണ് ഇത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവിക്കുള്ള ഉപ്പ്
ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഞാനിതിൽ വിനാഗിരി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വിനാഗിരി ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം വിനാഗിരിയും കൂടി ചേർത്ത് അതൊന്ന് ഒന്ന് കുറുകി വരുമ്പം ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്ന ശേഷം മാത്രം നാരങ്ങ ചേർത്ത് കൊടുക്കുക. നാരങ്ങ ചേർത്തിട്ട് ഒരുപാട് അങ്ങ് ചൂടാവുമൊന്നും വേണ്ട. ഒന്ന് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ തീ അങ്ങ് ഓഫാക്കിയിടുക. ഇത് അല്പസമയം ഇരിക്കുമ്പോൾ തന്നെ അതൊന്ന് കുറുകി വരും കേട്ടോ. ഇന്നുണ്ടാക്കി പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അടുത്തപ്പോൾ ഒരു ഇൻസ്റ്റന്റ് മാങ്ങച്ചാർ നോക്കിയാലോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ മാങ്ങ ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നനവില്ലാത്ത ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ, ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിനൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല എണ്ണയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയും അത്ര തന്നെ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പം ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങയിൽ എത്രത്തോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം നമ്മളിതിൽ വിനാഗിരി ചേർത്തിട്ടില്ല. വിനാഗിരി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു ഗ്രേവി ഒന്ന് കുറുകി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടനെ തന്നെ തീ ഓഫ് ആക്കില്ല കേട്ടോ. ഒരുപാട് ഇട്ട് ചൂടാക്കുകയൊന്നും ചെയ്യരുത്. അല്പസമയം ഇരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത് നമുക്ക് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. ഒട്ടും കുഴഞ്ഞു പോകാതെ സാമ്പാർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ടൊരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേവിച്ച് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, ഇച്ചിരി കായത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കൂടെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അതിൻ്റെ കുരു നാരും കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഈ ഒരു മസാല അരച്ചതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് പച്ചക്കറികളൊക്കെ വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ വഴുതനങ്ങ, ഒരു കഷ്ണം പടവലങ്ങ, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 5-6 കൊത്തമരയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് എടുക്കാം കൊത്തമരയ്ക്ക് പകരമായിട്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് തൊലി കളയാതെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 2-3 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ നമുക്ക് ഇപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ്, കൂടുതലായിട്ട് വേണ്ട, ഒരു ചെറിയ പീസ് കട്ടക്കായം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ടക്കായം ചേർക്കുന്നത് സാമ്പാറിന് എപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പോവരുത്. അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ നന്നായിട്ട് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല പഴുത്ത ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 3 വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ട്, 2 മുരിങ്ങക്കോല് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത ശേഷം ഉപ്പ് നോക്കി കുറവുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ ശർക്കരയും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് താളിപ്പും കൂടി ചേർക്കാം.
2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർക്കാം. അത് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് സാമ്പാറിലേക്ക് താളിപ്പൊഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയ ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അടിപൊളി സാമ്പാറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ റെസിപ്പികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ. കൂടെ ഒരു ഹൈപ്പും കൂടി തന്ന് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്